100 വർഷത്തെ ചരിത്ര മുഹൂർത്തങ്ങൾ അനുസ്മരിച്ച് ആലപ്പുഴ രൂപത വിസിറ്റേഷൻ സന്യാസിനി സമൂഹത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് സമാപനമായി. ആത്മീയ ശുശ്രൂഷകൾക്കൊപ്പം വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ, പാലിയേറ്റീവ്, സാമൂഹ്യം തുടങ്ങിയ മേഖലകളിൽ ചെയ്തുവരുന്ന സേവനങ്ങൾ കൂടുതൽ മികവോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മേളനത്തിൽ തീരുമാനിച്ചു. മൗണ്ട് കാർമൽ കത്തീഡ്രലിൽ ദിവ്യബലിയോടെയാണ് സമാപനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. CBCB പ്രസിഡന്റും ഗോവ ഡാമൻ ആർച്ച് ബിഷപ്പുമായ കർദിനാൾ ഫിലിപ്പ് നേരി ഫറോവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പൊന്തിഫിക്കൽ ദിവ്യബലി നടന്നു. നിരവധി ബിഷപ്പുമാരും വൈദികരും സഹകാർമ്മികരായി. കേരളത്തിലെ വിവിധ ജില്ലകളിലും ഇതര സംസ്ഥാനങ്ങളിലും യൂറോപ്പ്, ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലും സേവനം ചെയ്യുന്ന വിസിറ്റേഷൻ സഭയിലെ സന്യാസിനികളും കുടുംബാംഗങ്ങളും ഇതര സന്യാസ സഭകളിലെ അംഗങ്ങളും വൈദികരും പങ്കെടുത്തു. ക്രൂശിതനായ ക്രിസ്തുവിൽ നിന്ന് ശക്തി സംഭരിച്ച് പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കാനും സ്കൂൾ കുട്ടികളെ അഭ്യസിപ്പിക്കാനും വിസിറ്റേഷൻ സിസ്റ്റേഴ്സ് ചെയ്യുന്ന ശുശ്രൂഷയെ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പ്രശംസിച്ചു. നമ്മുടെ സമർപ്പിതരായ സഹോദരിമാര് കത്തോലിക്ക സഭയുടെ വലിയ ഒരു ശക്തിയാണ്. നമുക്ക് ഈ ഭാരതത്തിൽ തന്നെ 1,00,000-ലേറെ സിസ്റ്റേഴ്സ്. അപ്പോൾ ഈ സിസ്റ്റേഴ്സ് ഇല്ലാത്തവർ ഇന്ത്യയിലെ സഭയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ സാധിക്കും. സഭയുടെ എല്ലാ തലങ്ങളിലും നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന സമർപ്പിതരാണ് നമ്മുടെ സഹോദരിമാർ. അവര് കർത്താവിനാണ് തങ്ങളുടെ സമർപ്പണം, സഭയാണ് അവരുടെ സങ്കേതം. അതുകൊണ്ടാണ് സഭയിൽ ഏത് സ്ഥലത്തും ഒരു ശുശ്രൂഷ വേദി തുറന്നു കിട്ടിയാണ് അവരോടിയത്. നമ്മുടെ ബഹുമാനപ്പെട്ട വിസിറ്റേഷൻ സിസ്റ്റേഴ്സ് ക്രൂശിതനായ കർത്താവിൽ നിന്നാണ് ശക്തി സഭയിക്കുന്നത്. എന്തിന്? പാവപ്പെട്ടവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ, സ്കൂൾ കുട്ടികളെ അഭ്യസിപ്പിക്കുവാൻ ഒക്കെ ആയിട്ട്. അങ്ങനെ സഭയിൽ നിറഞ്ഞു നിൽക്കുന്ന ശുശ്രൂഷകരാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്. കുടുംബങ്ങളുടെ സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും വേണ്ടി ഭവന സന്ദർശനങ്ങളിലൂടെ വിസിറ്റേഷൻ സിസ്റ്റേഴ്സ് നടത്തുന്ന സേവനം എല്ലാവർക്കും മാതൃകാപരമാണെന്ന് CCBI പ്രസിഡന്റ് ഗോവ ഡാമൻ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഫിലിപ്പ് നേരി സമ്മേളനം ഉദ്ഘാടനം ചെയ്യവേ പറഞ്ഞു. Is a time to look at the past with gratitude, to celebrate the present with joy, and to look at the future with hope and confidence. സമർപ്പിത സമൂഹം ഇന്ന് നേരിടുന്ന വെല്ലുവിളികൾക്കൊപ്പം സമൂഹത്തിൽ വേദനിക്കുന്നവരുടെയും പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുടെയും വേദനകളും ഏറ്റെടുത്ത് മുന്നോട്ടു പോകണമെന്ന് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ വ്യക്തമാക്കി. മനോഹരമായ സൈന്യം ഉൾക്കൊണ്ടുകൊണ്ട് അത് മുന്നിൽ കണ്ട് പ്രയാണം ചെയ്യുന്ന ഒരു സന്യാസിനിയ സമൂഹമാണിത്. പ്രത്യേകിച്ച് ഇതിന്റെ സ്ഥാപകൻ അന്ന് പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനവിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്കും പെൺകുട്ടികൾക്കും അതിന്റെ പിന്നോക്കം നൽകുന്നവർക്കും ജീവിതത്തിൽ ഉന്നതി ഉണ്ടാകണമെങ്കിൽ അവർ നല്ല വിദ്യാഭ്യാസവും അവർക്ക് നല്ല രൂപീകരണവും ലഭിക്കണം എന്ന് മനസ്സിലാക്കിയതിൻ്റെ ഭാഗം കൂടിയാണ് ഈ സന്യാസ സഭയുടെ ആരംഭം എന്ന കാര്യം നമുക്ക് ഓർമ്മിക്കാം. കടുകുമണിയുടെ വളർച്ച പോലെ ചെറിയ കാതലിൽ നിന്ന് വളർന്നു പന്തലിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്തു സ്നേഹത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്ന സമൂഹമാണ് വിസിറ്റേഷൻ സിസ്റ്റേഴ്സ് എന്ന് കോട്ടയം അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് പ്രത്യേകം അഭിനന്ദിച്ചു. ഒരു കടുകുമണിയുടെ വളർച്ച പോലെ വളർന്ന് പന്തലിച്ച ഈ സമൂഹം ഈ ശതാബ്ദി വർഷത്തിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വിവിധങ്ങളായ ശുശ്രൂഷകളിലൂടെ ദൈവത്തിന്റെ സ്നേഹവും കാരുണ്യവും എല്ലാം അനേകർക്ക് ചൊരിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് അത്ഭുതകരമായ സംഗതിയാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയാൽ അതിനോട് ചേർന്ന് സഹകരിക്കുമ്പോൾ ദൈവം ഒരുക്കുന്ന ധന്യമായ വിളവിന്റെ ഒരു മനോഹാരിതയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുക. ശതാബ്ദി സ്മാരക വീടുകളുടെ താക്കോൽദാനവും സ്കോളർഷിപ്പ് വിതരണവും സ്മരണിക പ്രകാശനവും സമ്മാനദാനവും കുട്ടികളുടെ കലാപരിപാടികളും നടത്തപ്പെട്ടു. ഷിക്കിനായ ന്യൂസ്, കോട്ടയം.